6 വർഷങ്ങളുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ജനിച്ച പൊന്നുമോൻ. അവനായിരുന്നു ആ വീടിന്റെ എല്ലാമെല്ലാം. പക്ഷേ ആ മാതാപിതാക്കൾക്ക് ഓമനിക്കാൻ ഇനി ആ കുരുന്ന് ഇവിടെയില്ല. തന്റെ പൊന്നോമനയുടെ വേർപാട് ഇപ്പോഴും ആ മാതാപിതാക്കൾക്ക് വിശ്വസിക്കാൻ പോലും ആകുന്നില്ല. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശികളായ നിസാർ സൗദാബി ദമ്പതികളുടെ ഏക മകനാണ് മരണപ്പെട്ട മുഹമ്മദ് ഷാനിൽ. ഒരു പനിയോ ജലദോഷമോ പോലും തന്റെ കുഞ്ഞിന് ഉണ്ടായിരുന്നില്ല എന്നാണ് ഷാനിലിന്റെ ഉമ്മ പറയുന്നത്. ഉമ്മ എന്ന് വിളിച്ച് ചിരിച്ചുകൊണ്ടുപോയ കുഞ്ഞ് നിമിഷ നേരം കൊണ്ട് മരണപ്പെട്ടു എന്ന വാർത്ത ഏതമ്മയ്ക്കാണ് സഹിക്കാനാവുക. കളിച്ചുകൊണ്ടിരിക്കെ വായിൽ കമ്പുകൊണ്ട് മുറിഞ്ഞതിനാലാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. തുടർന്ന് മുറിവിന് തുന്നലിടണമെന്നും അനസ്തേഷ്യ നൽകണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ഇതിനായി കുഞ്ഞിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുകയും ചെയ്തു. പെട്ടെന്ന് കഴിയുമെന്ന് പറഞ്ഞ് ഉമ്മ അവനെ പറഞ്ഞയക്കുകയും ചെയ്തു. എന്നാൽ അല്പസമയത്തിന് ശേഷം ആ മാതാപിതാക്കൾ കേൾക്കുന്നത് കുഞ്ഞിന്റെ മരണവാർത്തയാണ്. അനസ്തേഷ്യ നൽകിയതിലെ പിഴവാണ് മരണത്തിന് കാരണമെന്ന് അന്ന് തന്നെ കുടുംബം ആരോപിച്ചിരുന്നു. തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. കേസിൽ അസ്വാഭാവിക മരണത്തിന് കൊണ്ടോട്ടി പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ കുഞ്ഞിന്റെ മരണകാരണം ചികിത്സാ പിഴവ് തന്നെയാണെന്ന് ശരിവെച്ചുകൊണ്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണ്. അനസ്തേഷ്യ നൽകിയപ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നും ഉള്ളിൽ ദഹിക്കാത്ത ഭക്ഷണം കണ്ടെത്തിയതായും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരും വ്യക്തമാക്കി. മരണത്തിന് കാരണമാകുന്ന മുറിവല്ല വായിലുള്ളതെന്നും അനസ്തേഷ്യ മൂലം ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ടാണ് കുഞ്ഞ് മരണപ്പെട്ടതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഒരു ഡോക്ടറുടെ അനാസ്ഥ മൂലം ഇവിടെ നഷ്ടമായത് ഒരു കുഞ്ഞു ജീവനാണ്, മാതാപിതാക്കളുടെ സ്വപ്നങ്ങളാണ്.